ശരീരത്തിലെ രക്തയോട്ടം തന്നെ കൂടി. തൻ്റെ അടുത്ത് കിടക്കുന്നവളിൽ നിന്നും വയ്ക്കുന്ന കർപ്പൂരത്തിൻ്റെ മണവും അവളുടെ കൈകളുടെ മൃദുലതയും തൻ്റെ ശരീരത്തിലേക്ക് ഏൽക്കുന്ന അവളുടെ ചുടു നിശ്വാസവും എല്ലാം കൂടി ആയപ്പോൾ ഹരിയുടെ എല്ലാ ചിന്തകളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവനൊന്നും നോക്കിയില്ല, അവളെ അങ്ങ് ഇറുകെ പുണർന്നു. ഹരിയുടെ കൈകൾ അവളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ തന്നെ വലിഞ്ഞു മുറുകി തുടങ്ങിയിരുന്നു. ചെറുവേദന തോന്നിയപ്പോൾ കണ്ണുകൾ തുറന്ന ജാനി കാണുന്നത് ഒരു വല്ലാത്ത ഭാവത്തോടെ നോക്കിക്കൊണ്ട് ഇറുകി പുണർന്നു കിടക്കുന്ന ഹരിയെയാണ്. അവളുടെ കണ്ണുകളും അവൻ്റെ മുഖത്തുകൂടെ തന്നെ ഓടി നടന്നു. എന്താ എൻ്റെ ജാനിക്കുട്ടി ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ലെന്ന് അവൾ കണ്ണുകൾ ചിമ്മി മാത്രം അവനെ കാണിച്ചു. എന്നാൽ അവൻ്റെ മുഖത്ത് ആ നിമിഷം ഒരു കള്ളക്കുറുമ്പായിരുന്നു. ഒന്നുമില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ വയറിൽ ഒന്ന് തലോടി. ഹരിയേട്ടാ വേണ്ട, എനിക്ക് എന്തോ എന്താ ജാനിക്കൊച്ചിന് പെട്ടെന്ന് വിക്കു പിടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഒന്നുകൂടെ അവളെ തലോടി. അവളുടെ ശരീരം വിറയ്ക്കുന്നതും അവിടെ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിക്കുന്നതും എല്ലാം ഒരു കൊതിയോടെ ഹരി നോക്കി നിന്നു. ജാനി, നീ എന്നെ ഇങ്ങനെ കൊതിപ്പിക്കാതെ പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഒരു കുതിപ്പിന് അവളുടെ മുകളിൽ സ്ഥാനം പിടിച്ചു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖം അവളുടെ ചെന്താമര ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അലാറം ശബ്ദം കേട്ട് ലക്ഷ്മിയമ്മ എഴുന്നേൽക്കുന്നത്. അപ്പോഴാണ് ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലാവുന്നത് താൻ ഇത്രയും നേരം കണ്ടത് ഒരു സുന്ദര സ്വപ്നമായിരുന്നുവെന്ന്. അവർ കണ്ണുകളടച്ച് മഹാദേവനോട് അപേക്ഷിച്ചു, കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യം ആകണമേ ഭഗവാനേ എന്ന്. എന്നാൽ ഇതേ സമയം ഹരിയുടെ റൂമിൽ കട്ടിലിൻ്റെ രണ്ട് വശത്തായി ഒന്നും അറിയാതെ രണ്ടുപേരും സുഖനിദ്രയിലാണ്. ഇരുവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി മാത്രം തത്തിക്കളിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടുമിരിക്കുന്ന മഹാദേവനും പാർവതീദേവിക്കും മാത്രം അറിയാം എന്താണ് ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ കുറച്ചു മാറിയുള്ള ജിത്തുവിൻ്റെ വീട്ടിൽ ഈ സമയം ജിത്തുവും കുഞ്ഞിയും അവരുടെ പ്രണയത്തിൽ പൂത്തുലഞ്ഞു കിടക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒത്തുചേരൽ. ഇരുവരുടെയും മനസ്സിൽ സന്തോഷമായിരുന്നു. ഈ കാര്യത്തിൽ കൂടുതൽ സന്തോഷം കുഞ്ഞിക്കാണ്. കാരണം അവളുടെ ചേച്ചിപ്പെണ്ണിനെ അവൾക്ക് സ്വന്തമായി തന്നെ കിട്ടി. അവളുടെ എല്ലാമായ ഹരിയേട്ടന് നല്ലൊരു ജീവിതവും. ഇനിയുള്ളത് വരുണേട്ടൻ്റെ കാര്യമാണ്. അതിനും ഇന്നലെ തന്നെ തീരുമാനമായി. പിന്നെ താൻ ആഗ്രഹിച്ച മാതിരി ഇന്നു മുതൽ പഠിക്കാൻ പോവാം. എല്ലാത്തിനുമുപരി സന്തോഷവും സമാധാനവും തന്നെയും സഹോദരിമാരെയും എന്നും പൊന്നുപോലെ നോക്കുന്ന ജിത്തുവും, അത് മാത്രം മതിയായിരുന്നു അവൾക്കും. കുഞ്ഞി, ഇപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഇനി നമുക്ക് നമ്മുടേതായൊരു കുഞ്ഞ് വേണ്ടേ പെണ്ണെ? ജിത്തുവിൻ്റെ നഗ്നമായ മാറിലേക്ക് ഒന്നുകൂടി ചേർന്ന് കടന്നുകൊണ്ട് കുഞ്ഞി പറഞ്ഞു. ഞാനും ഇത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളല്ലേ മനുഷ്യ പറയുന്നത് എൻ്റെ കുട്ടിക്കളി മാറട്ടെ എന്ന്. ഇത്രയും താമസിപ്പിച്ചത് എന്നിട്ട് ചെറിയ പരിഭവത്തോടെ അവൾ അവനോട് ചോദിച്ചു. ഞാൻ കാരണമാണോ? എന്നാൽ എൻ്റെ കുഞ്ഞ് പേടിക്കണ്ട കേട്ടാ, നമുക്ക് ഇപ്പോൾ തന്നെ അതിനൊരു പരിഹാരമുണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ തൻ്റെ നഗ്നമായ ശരീരത്തിലേക്ക് ഒന്നുകൂടെ മുറുക്കി പിടിച്ചുകൊണ്ട് അവനൊന്ന് മറിഞ്ഞു. അവരുടെ സന്തോഷം വീണ്ടും തളിർമുല്ല പോലെയായിരുന്നു. പുതിലി അവരുടെ സന്തോഷം വീണ്ടും തളർമുല്ല പോലെ പൂത്തുലയുകയായിരുന്നു ആ രാത്രി. രാവിലെ ഉറക്കമെഴുന്നേറ്റത് മുതൽ ഭദ്ര ഒരേ ഇരിപ്പ് തന്നെയാണ്. എൻ്റെ കുഞ്ഞീഷ്ണ എന്തിനായിരിക്കും എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്? ഇനി വരുണിന് വേറെ പെണ്ണിനെ വല്ലതും കിട്ടിയോ? ഭദ്രയിൽ വല്ലാത്ത സംശയമായിരുന്നു. എങ്കിൽ അവനെ ഞാൻ കൊല്ലും. എൻ്റെ വരുണല്ലേ? എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എൻ്റെ വരുണില്ലാതാകുമൊന്നുമില്ല. എൻ്റെയാ, അവിടെ വേറെ ഒരുത്തിക്കും സ്ഥാനമൊന്നുമില്ല. എൻ്റെ വരുണേട്ടന. അതെല്ലാം അവൾ മനസ്സിൽ തന്നെ 100 ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നതിന് ആയിരിക്കും രാവിലെ അങ്ങോട്ടൊന്ന് പോകാം എന്ന് വിചാരിച്ചുകൊണ്ട്
കട്ടിലിൽ നിന്നും ഇറങ്ങി നേരെ ബാത്റൂമിലേക്ക് വിട്ട്. എൻ്റെ കൃഷ്ണ, ആ കുരുപ്പ് വരുവോവാ, വന്നാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കുപ്പിയിലാക്കണം, അല്ലാതെ പറ്റുമോ? നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ എൻ്റെ ഗുണ്ടുമുളകെ? നിന്നെ എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടടി, ശരിയാക്കി തരാം ഞാൻ നിൻ്റെ ഈ പിണക്കത്തിന്. നീ ഇല്ലാതെ പറ്റില്ലടി ഈ വരുണ്ണേട്ടന്. നിനക്കറിയാവുന്നതല്ലേ എന്നെ. എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നുണ്ടെങ്കിലും മനസ്സ് മൊത്തം വേദനയാണ് എൻ്റെ പെണ്ണെ. എന്നാലോചിച്ച് കിടക്കുമ്പോഴാണ് രണ്ട് വീടുകളിലിരുന്ന് ഒരേ കാര്യങ്ങൾ ചിന്തിക്കുന്ന രണ്ടെണ്ണം. ചെറിയൊരു വഴക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാതെ അത് കുളമാക്കി ഇപ്പോൾ രണ്ടും അകന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷമൊന്നു കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മുടെ പിള്ളേർക്ക് ബോധം വന്നത്. ഇനിയെല്ലാം സെറ്റാകുമെന്ന് തോന്നുന്നു, അല്ലേ എൻ്റെ കള്ളകൃഷ്ണ? രാവിലെ തന്നെ ജാനി കുളിയും കഴിഞ്ഞ് അടുക്കളയിലേക്ക് വിട്ട്. അമ്മയെയും ഒന്ന് സഹായിച്ചിട്ട് വേണ്ടേ സ്കൂളിൽ പോകാൻ. ജാനി ചെല്ലുമ്പോൾ അമ്മ സാമ്പാർ കഷ്ണങ്ങൾ അരിയുന്ന തിരക്കിലായിരുന്നു. അടുപ്പത്ത് കഞ്ഞി തിളയ്ക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ ഇഡ്ഡലി ചെമ്പ് ആവി പറത്തിയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? ദേ അവിടെ കാപ്പി ഇരിപ്പുണ്ട്, മോളെടുത്ത് കുടിക്കുക. അമ്മ അവർക്ക് ഇടയിൽ ഇന്നലെ എന്തെങ്കിലും നടന്നോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ചോദിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം മകൻ്റെ ജീവിതം ഓർത്തിരിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ ഒരു ആകുലത. അതൊക്കെ കുടിക്കാം, അമ്മ മാറ്, ഞാൻ അരിയാതെല്ലാം. ഇത് കഴിഞ്ഞെൻ്റെ കുട്ടി, ഒരു കാര്യം ചെയ്യുക. അവിടെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പില്ലേ, അത് മെഴുക്ക് വെക്കാൻ അരിഞ്ഞോ. സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകണേ എൻ്റെ കുട്ടിക്ക്. ശരി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെണ്ടയ്ക്കയും സവോളയും എടുത്ത് കഴുകി അത് കറിക്ക് പാകത്തിന് വേഗം അരിഞ്ഞു അവൾ. പെട്ടെന്ന് തന്നെ അമ്മയും മകളും കൂടി അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കി. ഇനി എൻ്റെ കുട്ടി പോയി ഒരുങ്ങാൻ നോക്ക്. സമയം വൈകിയ നിന്റെ ഭർത്താവ് ദുർവാസാവാണ്. അതുകൊണ്ട് വിട്ടോ വിട്ടോ. ആരെയാ ഭാര്യ ദുർവാസാവ് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനും ചായ ഗ്ലാസ് വെക്കാൻ അടുക്കളയിലേക്ക് വന്നു. ഗുഡ് മോർണിംഗ് അച്ഛ. ഗുഡ് മോർണിംഗ് ജാനിക്കുട്ടി. വേറെ ആരാ, നിങ്ങളുടെ മോൻ. അതാണല്ലോ ഇവിടുത്തെ ദുർവാസാവ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും കൈയും തുടച്ചുകൊണ്ട് വന്നു. അമ്മയുടെ ആ വർത്തമാനം കേട്ടപ്പോൾ പിന്നെ അവിടെ ഒരു ചിരിയായിരുന്നു. ജോഗിങ്ങും കഴിഞ്ഞ് വരുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് മൂന്നിൻ്റെയും ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. എന്താണെന്നറിയാൻ അങ്ങോട്ടേക്ക് ചെന്നത്. എൻ്റെ പൊന്നു ഭാര്യയെ, എൻ്റെ മോനായതുകൊണ്ട് പറയുമല്ല, അവൻ ദുർവാസാവല്ല, ദുർവാസാവിൻ്റെ അച്ഛനാകാനാണ് ചാൻസ്. അതാണല്ലോ സ്വഭാവം. എൻ്റെ മോളെ, നിൻ്റെ ഒരു വിധി. എന്നെ പറയാൻ അച്ഛാ, കെട്ടിപ്പോയില്ലേ. ആഹാ, ഞാൻ ദുർവാസാവിൻ്റെ അച്ഛനാണെങ്കിൽ അച്ഛനാരാ? ദുർവാസാവിൻ്റെ മുത്തച്ഛനാ? ഇത്രയും നേരമില്ലാത്ത ഒരു ശബ്ദം കേട്ടപ്പോഴാണ് മൂന്നും വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയത്. അവിടെ വിയർത്തൊലിച്ച് നിൽക്കുന്ന ഹരി. ആ മുഖത്തൊരു കള്ളച്ചിരിയാണ്. അച്ഛനും മകളും ഒരേപോലെ വിളറി വെളുത്തു. ജാനിയാണേൽ അവൻ ചീത്ത വിളിക്കും എന്ന് ഉറപ്പിച്ചു. അല്ല, നീ പെട്ടുപോയേ അല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ഹരി ഒന്ന് കാലിപ്പിച്ച് നോക്കി. അത് ഞാൻ അറിയാതെ, അല്ല വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് അവളൊന്ന് വിറച്ചു. ആഹാ, ഞാൻ ദുർവാസാവിൻ്റെ അച്ഛനാണെങ്കിൽ അച്ഛനാണ് മുത്തശ്ശനോ എത്രയോ ഒന്നും കൂടെ അവനെ എല്ലാവരെയും കൂടെ നോക്കി അവൻ അവിടെ തന്നെ നിന്നു. അവിടെ വിയർത്തൊലിച്ച് നിൽക്കുന്ന ഹരി, ആ മുഖത്ത് കള്ളച്ചിരിയും. അച്ഛനും മകളും ഒരേപോലെ വിളറി വെളുത്താണ് നിൽക്കുന്നത്. ജാനിയാണെങ്കിൽ ഇത്രയും നേരമായിട്ടും അവൻ്റെ വായിൽ നിന്നും ഒന്നും കേട്ടില്ല എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അറിയാതെയാണെങ്കിൽ ഒരു ചായ എടുത്തോണ്ട് വാ, ഞാൻ കുറച്ച് നിനക്ക് പറഞ്ഞു തരാനുണ്ട്. നിനക്ക് ഞാൻ ദുർവാസാവിനെ കാണിച്ചു തരാം, പെട്ടെന്നങ്ങ് വന്നേക്ക്. പിന്നെ ദുർവാസാവ് എന്തൊക്കെ കാണിക്കുമെന്ന് കേട്ടോടി ഈർക്കിലി എന്ന് വിളിച്ചുകൊണ്ട് ഹരി മുകളിലേക്ക് കയറിപ്പോയി. അവൻ കയറിപ്പോയി കഴിഞ്ഞാണ് അവൾക്ക് ആശ്വാസം വന്നത്. അവൾ ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. പൊന്നു മോളെ, ആ പോയേക്കുന്ന ദുർവാസാവിൻ്റെ കലി കയറ്റണ്ട, വേഗം ചായ എടുത്ത് വിട്ടോ. ജാനി ഒരു വിറയലോടെ ഒരു ഗ്ലാസ് ചായയുമായി ഹരിയുടെ റൂമിലേക്ക് മന്ദം മന്ദം നടന്നു. എൻ്റെ മഹാദേവ, എൻ്റെ അപ്പൻ ഇത്രയും ഹ്യൂമൻ സെൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടി? ഈ പാവം എന്നെ പിടിച്ച് ദുർവാസാവാക്കിയേക്കുന്നു. ആ ഈർക്കിലി ഇച്ചിരി ഉള്ളെങ്കിലും അവളുടെ നാക്ക് കേട്ടില്ലേ, അവൾ പെട്ടുപോയെന്ന്. ഇങ്ങോട്ട് വരട്ടെ, ഒന്ന് പേടിപ്പിച്ചാലേ കാര്യമുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കതകം തുറന്ന് ഒരാൾ ചായയുമായി വരുന്നത്. ആഹാ, ദുർവാസാവിൻ്റെ ഭാര്യ ഇങ്ങി വന്നോ? ആ ചായ ഇങ്ങി വച്ചേക്ക്. അത് അച്ഛൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന്, അല്ലാതെ വേറൊന്നുമില്ല. അതിന് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഓക്കെ, ദേഷ്യപ്പെടുകയൊന്നുമില്ല. അതിന് പകരം വേഗം എൻ്റെ ഭാര്യ ഒന്ന് ഒരുങ്ങ്, നമുക്കിന്ന് പോവണ്ടേ?
ഫസ്റ്റ് ഡേ ആയിട്ട് ലേറ്റ് ആവണ്ട. പിന്നെ പോകുന്ന വഴിക്ക് കുഞ്ഞിയുടെ വീട്ടിലും കയറണം. പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോവാന്നേ. ഞാൻ വേഗം ഫ്രഷ് ആവാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് തട്ടി ഹരി ബാത്റൂമിലേക്ക് കയറിപ്പോയി. എൻ്റെ മഹാദേവ, ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. ഈ മനുഷ്യനെ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഭയങ്കര കുസൃതിയുള്ള ഒരു കുറുമ്പൻ, ചിലപ്പോൾ വലിയ ദേഷ്യക്കാരൻ, ചില നേരത്ത് സോഫ്റ്റ്. ഇതിലേതാ ഒറിജിനല്? കുളിച്ചിറങ്ങി വരുന്ന ഹരി കാണുന്നത് ഒരു നീല കളറിലെ ഷിഫോൺ സാരി ഉടുത്ത് നിൽക്കുന്ന ജാനിയെയാണ്. മേക്കപ്പ് ഒന്നുമില്ല. കണ്ണുകൾ നന്നായി കറുപ്പിച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ചെറിയ കറുത്ത പൊട്ട്. പിന്നെ തനിക്ക് വേണ്ടിയുള്ള ചുവന്ന കുങ്കുമം. കുറച്ച് മുടിയെടുത്ത് ക്രാപ്പ് ക്ലിപ്പിട്ടു. കഴുത്തിൽ തൻ്റെ താലിമാല മാത്രമാണുള്ളത്. കൈകളിൽ ഓരോ വളയും. കഴിഞ്ഞു അവളുടെ ഒരുക്കം. അവൻ പിന്നെ അവളെ മൈൻഡ് ചെയ്യാതെ വേഗം തന്നെ പോയി മുടിയൊക്കെ ഒതുക്കി. നീല ഷർട്ടും വെള്ള പാൻറ്റുമാണ് ഹരിയിട്ടത്. പിന്നെ ഹരി ജാനിയെ കൂട്ടിക്കൊണ്ട് താഴേക്കിറങ്ങി. ഫോണും സാധനങ്ങളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി വരുന്ന ഹരിയെയും ജാനിയെയും അച്ഛനും അമ്മയും കൺകുളിർക്കെ ഒന്ന് കണ്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച. എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ മക്കൾക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. എന്നും ഇതുപോലെ സന്തോഷത്തുമായി ഇരുന്നാൽ മതിയായിരുന്നു. ആ അമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ 4 പേരും ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. ഇറങ്ങാൻ നേരം ആയപ്പോൾ അമ്മ പെട്ടെന്ന് ഒരു കുപ്പിയിൽ ജീരകവെള്ളവും ഒരു പൊതിയും അവളുടെ നേരെ നീട്ടി. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അമ്മയെ നോക്കി. ആഹാ, കണ്ണീർ പരമ്പര ഇവിടെ തുടങ്ങിക്കഴിഞ്ഞ്. അമ്മയുടെ മരുമകൾക്ക് ഇതിനു മാത്രം കണ്ണിൽ എവിടുന്നാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മുമ്പേ അത് മുഴുവനാണെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഒന്ന് കളിയാക്കുന്നുണ്ട്. ഒന്ന് പോയടാ കൊച്ചാ, എൻ്റെ മോളെ വെറുതെ കളിയാക്കാതെ മര്യാദയ്ക്ക് ഇരുന്നോണം കേട്ടോ. അമ്മ ഇതങ്ങോട്ട് പിടിച്ചേ. പിന്നെ കരഞ്ഞ് കൺമഷി മുഖത്താക്കാതെ കൊച്ചേ. എൻ്റെ പൊന്നമ്മ, ഇവക്കിതൊന്നും കൊണ്ടുപോകാൻ ബാഗൊന്നുമില്ല. ഇന്ന് പോകുന്ന വഴിക്ക് വേണം വാങ്ങിക്കാൻ. എന്നിട്ട് നാളെ മുതൽ അമ്മായിയമ്മയും മരുമോളും കൂടെ ചോറ് കൊടുത്തും കണ്ണീർ പരമ്പര തുടങ്ങിയാൽ മതി. അത് മതിയമ്മ, ഞാൻ നാളെ തൊട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് തന്നെ അത് അമ്മയെ ഏൽപ്പിച്ചു. അങ്ങനെ ജനാനിയും ഹരിയും വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. അവർ നേരെ പോയത് കുഞ്ഞിയുടെ വീട്ടിലേക്കായിരുന്നു. അന്നു, നീ ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞോ? ബുക്കെല്ലാം കൊണ്ട് ബാഗിൽ വെക്കടി. ചേച്ചി എന്നെ മുടിയൊന്ന് കെട്ടിക്കേ. ഇതുവരെ ആ ദോശ ഒന്ന് മറിച്ചിടാൻ. ഇതിനെ കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് വേഗം ഒരു ചീപ്പുമായി അമ്മുവിൻ്റെ അടുത്തേക്ക് എത്തി. രണ്ടിനോട് നേരത്തെ ഒരുങ്ങാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അന്നേരം കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന് നോക്കും. സമയം കണ്ടോ, നീ ഹരിയേട്ടൻ വരുമ്പോൾ അതും കൂടെ കേട്ടോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിൽ നിന്നും മുടി കെട്ടി കൊടുക്കുന്നത്. പതുക്കെ ചേച്ചി, വേദനിക്കുന്നു. ചേച്ചി മ്യൂസിക് ക്ലാസ്സിൽ കൊടുക്കാൻ ഫീസ് തന്നില്ല എന്നും പറഞ്ഞ് അന്നു അങ്ങോട്ടെത്തി. മ്യൂസിക് ക്ലാസ്സും ഒന്നും കൊടുക്കണ്ട. ഇപ്പം മര്യാദയ്ക്ക് പോയിട്ട് ഇവിടെ ഫീസ് അടയ്ക്കേണ്ടതൊന്നുമില്ല. മര്യാദയ്ക്ക് സ്കൂളിൽ പോയി പഠിച്ചിട്ട് പാടി. ചേട്ടൻ ഇതിൻ്റെ ഫേഴ്സിൽ നിന്ന് എടുത്തോ അന്നിക്കുട്ടാ, ജിത്തു അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. എൻ്റെ മഹാദേവ, 2 കൈ കൊണ്ടൊന്നും നടക്കുന്നില്ല. 2 പേരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു തിരിയുമ്പോൾ കാണുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജാനിയെയും ഹരിയെയുമാണ്. എൻ്റെ കുഞ്ഞെ, നിനക്ക് 2 കൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സരസ്വതി എന്ന് വല്ലതും വിളിക്കേണ്ടി വന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവനകത്തേക്ക് കയറി. 4ൻ്റെയും ശബ്ദം അങ്ങ് പുറത്ത് വരെ കേൾക്കും. ഒരു സ്കൂളിൽ പോകാൻ ഒരുക്കാൻ ഇതിനും മാത്രം ബഹളമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹരി നേരെ ജിത്തുവിൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് വിട്ടു. മോനെ ഹരി, കൂടുതൽ ഊതരുത്. കുറച്ച് കഴിയട്ടെ, ഇതൊക്കെ അവിടെയും ഉണ്ടാകും. അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദോശയും മറിച്ചിടുന്ന തിരക്കിലാണ് ജിത്തു. കുഞ്ഞിയാണെങ്കിൽ ഇതിനിടയ്ക്ക് 2 പേരുടെയും എടുത്ത് വായിൽ വെച്ച് തീറ്റിക്കുന്നുമൊക്കെയുണ്ട്. എൻ്റെ ജാനിയേച്ചി, നിങ്ങളിങ്ങനെ നിൽക്കാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കെ. എനിക്ക് നേരം കിട്ടാഞ്ഞിട്ടാ. ഞാൻ വേഗം വരാവേ. എൻ്റെ പൊന്നെ, കുറച്ച് നീ ആദ്യം ഒന്ന് അടങ്ങി എവിടെയെങ്കിലും നില്ല്. ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും പാത്രം ജാനി വാങ്ങി. പിന്നെ 2 പേർക്കും ഫുഡ് കൊടുത്തു തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് അടുത്ത വായും തുറന്നുകൊണ്ട് ഒരാൾ വരുന്നത്. കുഞ്ഞി, നിനക്ക് കളിക്കാൻ വേണ്ടിയിട്ടല്ല അവൾ അതൊക്കെ ചെയ്യുന്നത്. മര്യാദയ്ക്ക് വേഗം പോയി കുളിച്ചൊരുങ്ങാൻ നോക്ക്. പിള്ളേരെ ആക്കിയിട്ട് ഇവളുടെ ജോലിയും കഴിഞ്ഞ് വേണം നമുക്ക് അവിടം വരെ പോകാനായിട്ട്. പിന്നെ 15 മിനിറ്റ് ഇവിടെ ഞങ്ങൾ വരും. എന്നിട്ടും നിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി ബാഗും സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോകണം. ഹരി പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ജാനിയെ ഒന്ന് പാളി നോക്കി. സത്യമാണെന്ന് അവിടെ നിന്ന് കൂടെ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ ഒരൊറ്റ ഓട്ടമായിരുന്നു. അതിനേക്കാളും വേഗം തിരിച്ചു വന്നു. പിള്ളേരെ വിട്ടിട്ട് കുളിക്കാം എന്ന വാദവുമായി. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ സമയം 9 മണിയായി. പിള്ളേരെയും പിറക്കിയെടുത്ത് ജാനിയുമായി
ഹരി സ്കൂളിലേക്ക് വിട്ടു. ആ സമയം കൊണ്ട് ജിത്തുവും കുഞ്ഞിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രണ്ടുപേരും കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് റെഡിയാവാൻ തുടങ്ങി.